ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 സെപ്റ്റംബർ 10 ചൊവ്വാഴ്ചയാണ്. ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. US മാർക്കറ്റ് ഇന്നലത്തെ വീഴ്ചയിൽ നിന്നും ചെറിയ രീതിയിൽ കരകയറി വരുന്നുണ്ട്. സോ നമ്മുടെ മാർക്കറ്റും നല്ല രീതിയിൽ എനിക്ക് മുകളിലോട്ട് കയറിപ്പോകും. അതാ ഒരു പിൻവലി അല്ലെങ്കിൽ പുറകിൽ നിന്ന് വലിച്ച് താഴോട്ട് ഇറക്കുന്ന ആ ഒരു പ്രതിഭാസം ഇന്ന് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് ഇന്നലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് റെലിഗെയർ എൻ്റർപ്രൈസസ്, ബാങ്ക് ഓഫ് ബറോഡ, ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ്, ഫിനിക്സ് മിൽസ് ആൻഡ് വേറെ ഒരു കമ്പനി കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മിസ് ചെയ്തതാണ് എന്ന് തോന്നുന്നു. കാരണം അവർ മെയിനായിട്ട് മൊബൈലിൻ്റെയും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയുടെ പേര് ഞാൻ ജസ്റ്റ് മിസ് ചെയ്തു. എന്തായാലും അങ്ങനെ 5 കമ്പനികളാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഒരു US ഡോളറിന് 83 രൂപ 98 പൈസ എന്നാൽ ഇതിൽ 84 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. 82 എനിക്ക് തോന്നുന്നു ഈ വർഷം സ്റ്റാർട്ട് ചെയ്തത് 81.90 ആ ലെവലിലാണെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് ഇടിഞ്ഞിടിഞ്ഞ് 83.98 എത്തിയിട്ടുള്ളത്. ഇതിൽ 2 കാരണങ്ങളുണ്ടാവും. ഒന്നുകിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നത്, അല്ലെങ്കിൽ US ഡോളറിൻ്റെ മൂല്യം കൂടുന്നത്. 2 കാരണങ്ങൾ കൊണ്ടായാലും ഈ രീതിയിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായേക്കാം. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇങ്ങനെ താഴോട്ട് പോകുന്നത് കമ്പയർ ചെയ്യുമ്പോൾ താഴോട്ട് പോകുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി റിക്കവർ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡോ ജോൺസ് 1.2%, അതേപോലെ S&P 500 1.16, നെസ്ഡാക്ക് 1.16, ഇത്രയും നല്ല റിക്കവറി വന്നിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റിലും ക്ലിയർലി ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ മറ്റുള്ള ഇൻഡെക്സുകൾ ഷങ്കായ് കമ്പോസിറ്റ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ്. മൊത്തത്തിൽ എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 24,980 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,120 140 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്ന സ്ഥലത്ത് നിന്ന് മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഓപ്പണിംഗ് തന്നെയാണ് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നതും. അതുകൊണ്ട് 25,030 കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത്. ഓപ്പണായ സ്ഥലത്ത് നിന്നും 90 പോയിന്റ് താഴെ. എന്നാൽ പോലും ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും 50 പോയിന്റ് മുകളിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. ഒരു പീക്കിൽ പോയി ഓപ്പണായിട്ട് താഴോട്ട് വന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ദെൻ ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ വെസ്റ്റ്പാക് കൺസ്യൂമർ കോൺഫിഡൻസ് ചേഞ്ച്, അതിൻ്റെ ഡാറ്റ ഇന്നാണ് വരുന്നത്. ഓസ്ട്രേലിയ NAB ബിസിനസ് കോൺഫിഡൻസ്, ചൈന ബാലൻസ് ഓഫ് ട്രേഡ്, ചൈന ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഡാറ്റ, UK അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഇത്രയും ഡാറ്റകളാണ് ഗ്ലോബൽ ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ ഒന്നും തന്നെ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. F&O ബാനിൽ വന്നിരിക്കുന്നത് ആദിത്യ ബിർള ഫാഷൻസ്, ബാർട്രാം ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, ബയോകോൺ, ചെമ്പിൾ ഫെർട്ടിലൈസേഴ്സ്, ഹിന്ദ് കോപ്പർ, RBL ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകളാണ് F&O ബാനിൽ വന്നിരിക്കുന്നത്. F&O ബാൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റോക്കിന് ട്രേഡ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,176 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,757 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഇരുകൂട്ടരും ബൈയിങ് ആണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. മാർക്കറ്റിൽ ഇന്നലെ ആഫ്റ്റർനൂൺ സെഷനിൽ നല്ല റിക്കവറി കാഴ്ചവെച്ചിരുന്നു. അതിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ കാരണത്താലാണ് സംഭവിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൊത്തത്തിൽ 2,933 കോടിയുടെ ബൈയിങ് ആണ് ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നുണ്ടായത്. ഈ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,607 കോടിയുടെയും അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,199 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 12,806 കോടിയുടെ ബൈയിങ് ആണ് ഈ മാസത്തിൽ നടന്നിരിക്കുന്നത്. ഈ മാസം പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഇത് പ്രോഫിറ്റ് ബുക്കിംഗ് അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും അടുത്ത ദിവസം നല്ല രീതിയിൽ ബൈയിങ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ എല്ലാം ബൈയിങ് തന്നെയായിട്ട് പോകുന്നുണ്ട്. നിഫ്റ്റി ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 24,823 ഓപ്പണായി 113 പോയിന്റ് മുന്നേറ്റത്തിൽ 24,936 ക്ലോസ് ചെയ്ത് 25,000 താഴെയാണ് ക്ലോസിങ്. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 397 പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മാസത്തിലും നിഫ്റ്റിയിൽ 397 പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നോർമൽ CPR ആയിരുന്നു. അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇന്ന് നോർമൽ CPR ആണ്. നോക്കാം എന്താണ് മാർക്കറ്റിൽ മുന്നേറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു.
ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് 14.24 അതുപോലെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.67 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് 75 ലക്ഷം 25,000 ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 58 ലക്ഷമാണ്. 24,500 ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹയസ്റ്റ് കോളാണ് ഹയസ്റ്റ് റേറ്റിംഗ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ വലിച്ച് താഴെ കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുന്നത്. കാരണം കോൾ റേറ്റിംഗും പുട്ട് റേറ്റിംഗും ഒന്നും ഡയറക്റ്റ്ലി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിക്കുന്നില്ലെങ്കിലും നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് 25,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉണ്ട്, അപ്പോൾ മാർക്കറ്റ് താഴോട്ട് വരും എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാക്കും. അല്ലാതെ നേരിട്ട് ഇത് എഫക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. സോ ഒരു സൈക്കോളജിയാണ് ഇവിടെ വർക്കൗട്ട്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് അല്ലെങ്കിൽ പുട്ട് റേറ്റിംഗ് കൂടുതൽ ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഈ കോൾ റേറ്റിംഗ് പുട്ട് റേറ്റിംഗ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കോൾ റേറ്റിംഗ് ഇപ്പം 75 ലക്ഷമുണ്ട്, പുട്ട് റേറ്റിംഗ് 58 ലക്ഷമേ ഉള്ളൂ ഹയസ്റ്റ്. സ്വാഭാവികമായിട്ടും ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ആണുള്ളത്. കോൾ റേറ്റിംഗ് വരികയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ് പൊതുവെയുള്ള ഒരു നിഗമനം. പക്ഷേ ഇവിടെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ കോൾ റേറ്റിംഗ് കുറഞ്ഞ് പുട്ട് റേറ്റിങ്ങിനേക്കാളും താഴെ പോകും. കാരണം നമ്മൾ ഓരോരുത്തരും ലാഭമാണ് ആഗ്രഹിക്കുന്നത്, നഷ്ടത്തിന് വേണ്ടിയല്ല ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് മാറി വരും. അതാണ് അതിൻ്റെ അടിസ്ഥാനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആയിരുന്നു. ഇന്നലത്തെ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയിൽ നമ്മൾ ഒരുപാട് സംസാരിച്ചതല്ലേ. അപ്പോൾ അതിൻ്റെ എന്താണ് എഫക്റ്റ് എന്ന് നോക്കിയാൽ ഒന്നും സംഭവിച്ചില്ല. യെസ്റ്റർഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ച് ആ ഒരു സ്ഥലത്ത് പോയിട്ട് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് R3 കിടന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു, അവിടെ ക്ലോസ് ചെയ്തു. പക്ഷേ അവസാനത്തെ 2 ക്യാൻഡിൽ ഗ്രീനാണ്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഒരു ഹയർ മൂവ്മെൻറ്റിനുള്ള സാധ്യത മിഡ് ക്യാപ്പിൽ ഇന്ന് ഒരു അപ്പർ സൈഡ് മൂവ്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിക്കും. ഇന്ന് ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ ഫിൻനിഫ്റ്റി റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നാണ്. ഓക്കെ, ഇന്നലത്തെ ഹൈനേക്കാളും വളരെ മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നു. ഇന്നലത്തെ ഡേ ലോനേക്കാളും ഒരല്പം മുകളിലായിട്ട് ഇന്നത്തെ ഡേ ലോ വരും എന്നും പറയുന്നുണ്ട്. സോ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സെക്കൻഡ് തിങ്, ഓപ്പണിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴെ ഓപ്പണായിട്ട് മുകളിലോട്ട് പോകുമെന്നാണ് റാസ് ലെവൽസിൻ്റെ നോ ട്രേഡ് സോണും CPR തമ്മിലുള്ള കോമ്പിനേഷൻ പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ അതായത് ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോ ട്രേഡ് സോണിനെ അല്ലെങ്കിൽ CPRനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ പ്രൈസ് ആക്ഷൻ ഓപ്പൺ ആവുന്ന ഒരവസ്ഥയാണത്. സോ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഡേ ലോ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഒരു ലെവലിലോ അല്ലെങ്കിൽ CPRൻ്റെ അകത്തോ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആകും, അതിനുശേഷം മുകളിലോട്ട് പോകും എന്നാണ്. സോ അതല്ല ചിലപ്പം ഇത് കംപ്ലീറ്റ്ലി ഒരു ടോപ്പ് ലെവലിൽ പോയി ഓപ്പൺ ആയിട്ട് ഇപ്പം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി കണ്ടതുപോലെ മുകളിൽ ഓപ്പൺ ആയിട്ട് താഴോട്ട് വരാനും മതിയിട്ട് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാവാനും മതി. അത് നമ്മളൊന്ന് ആ സമയത്ത് ഓപ്പണിങ് എങ്ങനെയാണ് വരുന്നത് എന്നത് നോക്കിയിട്ട് പ്ലാൻ ചെയ്യണം. ഒരു ഹയസ്റ്റ് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത് ഇന്നത്തെ ഡേ ലോ വരും എന്ന് കരുതിയ ഈ ഒരു ലെവലിൽ തന്നെയാണ്. അതായത് 23,539 ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 23,539 519 എന്ന 20 പോയിന്റിൻ്റെ ഈ ഒരു സോണിൽ മാർക്കറ്റിന് നല്ല സപ്പോർട്ട് കിട്ടും. ഇവിടെ നിന്ന് പൊട്ടാൻ സാധ്യത കുറവാണ്. ഇനി നോ ട്രേഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് R1 മുതൽ ബോട്ടം CPR വരെയുള്ള ഈ ഒരു സോണിനെ നമുക്ക് നോ ട്രേഡ് സോണായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടി വരും. അത് 23,693 മുതൽ 23,596 വരെയുള്ള 100 പോയിന്റിൻ്റെ അടുത്തുള്ള ഈ ഒരു സോണിനെ നോ ട്രേഡ് സോണായിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഇത് CPRൻ്റെയും നോ ട്രേഡ് സോണിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ്. സോ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ തലതിരിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. സോ ഈ ഒരു മേഖലയിൽ ഈ ഒരു സോണിൽ നിങ്ങൾ ഫ്രഷ് എൻട്രി ഒഴിവാക്കുക. താഴെ നിന്ന് ഇപ്പോൾ മാർക്കറ്റ് കയറി വരുന്നതാണെങ്കിൽ അതിനങ്ങനെ പോകാൻ സമ്മതിക്കുക. ഓക്കെ, ദെൻ മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് 23,906 വരെ ഇന്ന് ഹൈ ടച്ച് ചെയ്യും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. നോക്കാം എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ വരുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു ഹയർ സൈഡിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഓവറോൾ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഫിൻനിഫ്റ്റിയുടെ ഇന്നത്തെ എക്സ്പയറിയെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.